വയനാടിനൊപ്പം രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുമ്പോൾ വയനാട്ടുകാർ എങ്ങനെ ചിന്തിക്കും? PS രഞ്ജിത്തും സിനോജ് തോമസുമാണുള്ളത്. വയനാട്ടിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കാമോ? നോർമലി വയനാട്ടിലൊരു ഉപതെരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കേണ്ടതാണ്. പക്ഷേ റായ്ബറേലി അങ്ങനെ വലിയ ഒരു കോൺഗ്രസ് കുത്തക എന്നൊന്നും പറയാൻ പറ്റില്ല. റായ്ബറേലിയിൽ കോൺഗ്രസ് തോറ്റിട്ടുണ്ട്, BJP ജയിച്ചിട്ടുണ്ട്. സമീപകാല ചരിത്രം 2004 ശേഷം ഇല്ല. 2004 മുൻപ് അവിടെ 2 തവണ അശോക് സിംഗ് ജയിച്ചിട്ടുണ്ട്. ഈ പറയുന്ന റായ്ബറേലി എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്ന ഇന്ദിരാഗാന്ധി റായ്ബറേലിയിൽ തോറ്റിട്ടുണ്ട്. പിന്നെ അത് അന്നത്തെ സാഹചര്യം വേറെ ആയിരുന്നല്ലോ. വേറൊരു കാര്യം കൂടി ഉണ്ട്. റായ്ബറേലിയിലും വയനാട്ടിലും ജയിച്ചു എന്ന് വിചാരിക്കുക, റായ്ബറേലി തന്നെ രാഹുൽ ഗാന്ധി ചൂസ് ചെയ്യണമെന്നില്ല. 1980 ഇന്ദിരാഗാന്ധി 2 മത്സരിച്ചു. റായ്ബറേലിയിലും ആന്ധ്രയിലെ മേധക്കിലും മത്സരിച്ചു. റായ്ബറേലി അല്ല ഇന്ദിരാഗാന്ധി ചൂസ് ചെയ്തത്. ഇന്ദിരാഗാന്ധി മേധക്ക് എടുത്തു, റായ്ബറേലി രാജിവെച്ചു. അതിനൊരു അരുൺ നെഹ്റു ആണ്. പിന്നെ അല്ല, രാഹുൽ ഗാന്ധി ഓരോ തവണ വയനാട്ടിൽ വരുമ്പോഴേ രാഹുൽ ഗാന്ധി പറയാറുണ്ട് ഇതെൻ്റെ വീടാണ്, കുടുംബമാണ്, കുടുംബാംഗങ്ങളാണെന്ന്. അങ്ങനെ ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബത്തെ ഉപേക്ഷിച്ചുള്ളൊരു രീതിയിലുള്ള പ്രചാരണം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ആ ഒരു പോയിന്റ് അവിടെ നിൽക്കുന്നതാണ്. 2 ജയിച്ചാൽ വയനാട്. അങ്ങനെ ഞാൻ പറയുന്നത് വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവാനുള്ളൊരു സാധ്യത ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം വളരെ സേഫസ്റ്റ് ആണ്. കോൺഗ്രസിന് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാലും കോൺഗ്രസിന് ആരെ വേണമെങ്കിലും ജയിപ്പിച്ചെടുക്കാവുന്ന ഒരു മണ്ഡലമാണ് വയനാട്. അവിടെ രാഹുൽ ഗാന്ധി പ്രചാരണത്തിനെത്തുമ്പോൾ വേറെ പ്രശ്നം, രാഹുൽ ഗാന്ധി ഇവിടെ 2 ജയിക്കുന്നു, വയനാട് ബൈ ഇലക്ഷൻ വരുന്നു, ആര് സ്ഥാനാർത്ഥിയാകുന്നു എന്നൊരു വിഷയം അവിടെ ഉണ്ട്. സ്ഥാനാർത്ഥി അല്ല ഞാൻ പറയും, ഇപ്പത്തി നമ്മൾ ആദ്യത്തെ ഒരു വിഷയത്തിൽ വന്നാൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഈ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവാനുള്ളൊരു സാധ്യതയാണ് പറയുന്നത്. രാഹുൽ ഗാന്ധി റായ്ബറേലി ജയിക്കാനാണ് സാധ്യത. കാരണം ഇപ്പോൾ അവിടെ BJPയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഒരു ഈ ദിനേശ് പ്രതാപ് സിംഗ് പഴയ കോൺഗ്രസ്സുകാരനാണ്. 2018 വരെ കോൺഗ്രസ്സുകാരനായിരുന്നു. അതിനുശേഷം അദ്ദേഹം BJPയിൽ ചേർന്നു. ഇപ്പോൾ BJPയിൽ യോഗി ആദിത്യനാഥിൻ്റെ മന്ത്രിസഭയിൽ മന്ത്രിയാണ്. പക്ഷേ കഴിഞ്ഞ തവണ അദ്ദേഹം അവിടെ മത്സരിച്ചു. 2018 കോൺഗ്രസിന് രാജിവെച്ച് 2019 സോണിയാഗാന്ധിക്കെതിരെ റായ്ബറേലിയിൽ മത്സരിച്ചു. അദ്ദേഹം 3 ലക്ഷത്തിൽ പരം വോട്ട് പിടിച്ചു. ഏറ്റവും കൂടുതൽ BJP വോട്ട് പിടിച്ചപ്പോഴാണ് 3,67,000 വോട്ട് പിടിച്ചു. ഇത്തവണ അദ്ദേഹം തന്നെ മത്സരിക്കുന്നു. എന്നാൽ പോലും ഒരു 1.5 ലക്ഷത്തിലധികം 2 ലക്ഷത്തിലപ്പുറത്തേക്ക് വോട്ട് കൂടുമോ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി തന്നെയാണ് റായ്ബറേലിയിൽ ജയിക്കാനുള്ള സാധ്യതയുള്ളത്. അങ്ങനെ ജയിക്കുകയാണെങ്കിൽ 2 മണ്ഡലമായി വയനാട്, റായ്ബറേലി, ഇതിൽ ഏത് ചൂസ് ചെയ്യുന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും നോർമലി സംഭവിക്കാൻ സാധ്യതയുള്ളത്. റായ്ബറേലി നിലനിർത്തുകയും വയനാട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോവുകയും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഒരു എക്സംഷൻ ഉള്ളത്, റായ്ബറേലി തന്നെ തിരഞ്ഞെടുക്കണം എന്നില്ല. ചരിത്രത്തിൽ ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ റായ്ബറേലി ഉപേക്ഷിച്ച് തെക്കേ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ രാജിവെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ പ്രിയങ്ക ഗാന്ധിനെ വയനാട്ടിൽ ഇറക്കാൻ അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട്. അതിനുള്ള സാധ്യത അങ്ങനെയാണെങ്കിൽ ഇപ്പൊ റായ്ബറേലി മത്സരിക്കായിരുന്നല്ലോ. അല്ല, അവർ വെയിറ്റ് ചെയ്യുന്നതാണെങ്കിൽ ജൂൺ 4 എന്താണ് സ്ഥിതി എന്നുള്ളത് നോക്കിയിട്ട് മന്ത്രിസഭയിലേക്ക് വേണ്ടിയാണോ റിസൾട്ട് എന്താണെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഇറങ്ങേണ്ട ടൈം ആയോ എന്ന് തീരുമാനിക്കാമല്ലോ. അതിനുശേഷം വയനാടൻ എഫക്റ്റ് ഉണ്ട് സത്യം പറഞ്ഞാൽ. ഇപ്പൊ ഇന്ന് K സുരേന്ദ്രന്റെയും ആനി രാജയുടെയും ഒക്കെ ഒരു പ്രസ്താവനകൾ, അത് സ്വാഭാവികമായിട്ടും വയനാട്ടുകാർക്ക് ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉള്ള ഒരു മുഴം മുന്നേ അറിയല. വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമെന്ന് ഇന്നിപ്പോൾ K സുരേന്ദ്രൻ പറയാതെ പറഞ്ഞു. അങ്ങനെ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ BJPയുടെയും CPMന്റെയും പ്രധാനപ്പെട്ട പ്രചാരണ മുദ്രാവാക്യം എന്ന് പറയുന്നത് കോൺഗ്രസ് രാഹുൽ ഗാന്ധി വയനാടിനെ ചതിച്ചു എന്നുള്ളതായിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ തന്നെ അത് സജീവമായ ഒരു പ്രചാരണത്തിന് ഉപയോഗിച്ചിരുന്നു. കാരണം മണ്ഡലത്തെ ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോകുന്ന ആളാണ്. മണ്ഡലത്തിലേക്ക് വന്ന് പിന്നീട് ഇതെന്റെ വീട് പോലെയാണെന്നൊക്കെ പറയുന്നത് വ്യാജമാണ്, അതൊന്നും തന്നെ വിശ്വസിക്കാൻ പാടില്ല എന്ന പ്രചാരണം ഒഴിവാക്കണമെങ്കിൽ പ്രിയങ്ക ഗാന്ധി തന്നെ വരണമെന്ന് ഞാൻ പറയുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ആ വിമർശനം ഒഴിവാക്കണമെങ്കിൽ അവരുടെ വായടപ്പിക്കണമെങ്കിൽ ഗാന്ധി കുടുംബത്തിൽ പ്രിയങ്ക ഗാന്ധി തന്നെ മത്സരിച്ചാലേ ആ വിമർശനത്തിനെ തള്ളിക്കളയാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഉള്ള ഒരാളെ മത്സരിക്കുന്നെങ്കിൽ കോൺഗ്രസിലാണെങ്കിൽ കടിപിടിയായിരിക്കും സീറ്റിന് വേണ്ടി, അത് 100% ഉറപ്പാണ്. അല്ലെങ്കിൽ ഉള്ളത് ലീഗിന്റെ ഒരു സ്ഥാനാർത്ഥി, ലീഗ് 3-ാം സീറ്റ്. ഒരു ഭാഗത്ത് അതിനുവേണ്ടി ശക്തമായ നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതെ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് സജീവമായ ചർച്ചകൾ മുസ്ലിം ലീഗിന്റെ അധിക സീറ്റിനെ കുറിച്ചായിരുന്നു. മുസ്ലിം ലീഗ് നോട്ടമിട്ടിരുന്നത് ഒന്ന് വടകരയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കണ്ണൂര് മുസ്ലിം ലീഗിന് താല്പര്യം, വയനാടുണ്ടായിരുന്നു. ശേഷം മലപ്പുറം ജില്ലയിലെ ഏറനാടും വണ്ടൂരും നിലമ്പൂരും ഉൾപ്പെടുന്ന മേഖലയിൽ മുസ്ലിം ലീഗിന് കൃത്യമായ മേധാവിത്വമുണ്ട്. ഏറനാടൊക്കെ തന്നെ രാഹുൽ ഗാന്ധി ശേഷം കൊടുക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല. ഈ സാമുദായിക സമവാക്യം നോക്കേണ്ട ആവശ്യമില്ല. ഒറ്റ സ്ഥലത്ത് തെരഞ്ഞെടുപ്പുള്ളൂ. BJP കുറച്ച് വോട്ട് കൂടുന്നുള്ളൂ. എങ്കിലും രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിലേക്ക് വന്ന സമയത്തുണ്ടായ ആ ഒരു വിവാദങ്ങളൊക്കെ തന്നെ മുസ്ലിം ലീഗിന് ചെറിയ രീതിയിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പതാക വിവാദം ഒക്കെ തന്നെ
അണികളിൽ ഉണ്ടാക്കിയ ഒരു വിഷമം സ്വാഭാവികമായിട്ട് പ്രകടമാണ് എന്നുള്ളതാണ്. കാരണം ഈ രാഹുൽ ഗാന്ധി മലപ്പുറം ജില്ലയിലാണെങ്കിലും കോഴിക്കോടാണെങ്കിലും തിരുവമ്പാടി മേഖലയിലാണെങ്കിലും വയനാട്ടിലാണെങ്കിലും പങ്കെടുത്ത ഒരു പരിപാടിയിലും മുസ്ലിം ലീഗിന്റെ പതാക ഉപയോഗിക്കാൻ അനുവദിക്കുന്നില്ല. നമ്മുടെ തന്നെ ഉപതെരഞ്ഞെടുപ്പ് ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി മാറി വന്നാൽ ഉപയോഗിക്കാൻ കഴിയുമായിരിക്കും എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി മാറുകയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി എന്നുള്ളത് ഇപ്പം തന്നെ BJP ഒരു വടക്കേ ഇന്ത്യയിലെയും പാൻ ഇന്ത്യയിലും അവർ പ്രചരണം നടത്തുന്നത് രാഹുൽ ഗാന്ധി ഒളിച്ചോടി. രാഹുൽ ഗാന്ധിക്ക് ഉത്തരേന്ത്യയിൽ ഒരു മണ്ഡലം തിരഞ്ഞെടുക്കണമെങ്കിൽ അമേഠി അദ്ദേഹമായി നഷ്ടപ്പെടുത്തിയൊരു മണ്ഡലമാണ്. എന്തുകൊണ്ട് അമേഠി തിരിച്ചു പിടിക്കാൻ വേണ്ടി സ്മൃതി ഇറാനിക്കെതിരെ ഒരു മത്സരത്തിനും കൂടി ഇറങ്ങിയില്ല. അതൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആട്ടോ. നമ്മൾ BJP ഇപ്പോൾ കോൺഗ്രസ് ജയിച്ചു കയറണം, ഇന്ത്യ മുന്നണി വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുടെ മനസ്സിൽ രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ ഒരു സാന്നിധ്യമാവുക എന്നുള്ളത് മാത്രമാണ്. BJP സംബന്ധിച്ചിടത്തോളം അവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഞങ്ങളിത് രാഹുൽ ഗാന്ധി അമേഠിയെ തോൽപ്പിച്ചു. ഈ അമേഠിയിൽ ആ മണ്ഡലം തിരിച്ചു പിടിക്കും എന്നുള്ളൊരു ഉറപ്പില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഇന്ത്യയെ തിരിച്ചു പിടിക്കാൻ പോകുന്നത്? സ്വാഭാവികമായിട്ട് അതൊരു ജനങ്ങളിൽ ഉൾപ്പെടെ ആ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കുക. ആ ചോദ്യം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. കാരണം BJPയെ നേരിടാൻ പോകുന്ന ഒരു മുന്നണി ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഗാന്ധിക്ക് BJPയോട് പരാജയപ്പെട്ട ഒരു മണ്ഡലത്തിൽ ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ പാകത്തിലുള്ള ഒരു മത്സരം കാഴ്ചവെക്കാൻ അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു ധൈര്യമില്ല. എങ്ങനെയാണ് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുക? ഇത്തവണ റായ്ബറേലി മണ്ഡലത്തെ നോക്കുമ്പോൾ റായ്ബറേലിയിൽ എനിക്ക് തോന്നുന്നു 5 കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ട്. അതിൽ റായ്ബറേലി കോൺസ്റ്റിറ്റ്യുവൻസി BJPയുടേതാണ്. റായ്ബറേലി എന്ന് പറയുന്നത് BJPക്കാണ് മുന്നേറ്റം ഉണ്ടായത്. അതെ, അല്ല മറ്റിടത്തില്ല. 4 മണ്ഡലങ്ങളിൽ സമാജ്വാദി പാർട്ടിയാണ്. ഈ സമാജ്വാദി പാർട്ടിക്ക് നല്ല ഭൂരിപക്ഷമുള്ള സ്വാധീനമുള്ള മേഖലയാണ് റായ്ബറേലി മേഖല. ഇപ്രാവശ്യം ഇന്ത്യ മുന്നണിയാണ് അവർ ഒന്നിച്ച് നിൽക്കുന്നതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് വേറെ ഭീഷണിയേ ഇല്ല അവിടെ. കാരണം അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് 2 പ്രധാനപ്പെട്ട ഘടകങ്ങൾ 3 വോട്ട് ബാങ്കാണ് അവിടെ ഉള്ളത്. ഒന്ന് യാദവ വോട്ട് ബാങ്ക്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റായ്ബറേലി എന്ന് പറയുന്ന മണ്ഡലത്തിലുള്ള 5 നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസികളിലും വളരെ പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ കണ്ടന്റ് എന്ന് പറയുന്നത് യാദവ കമ്മ്യൂണിറ്റിയാണ്. അവർ ഒരു എൻ ബ്ലോക്കായി നേരത്തെ സമാജ്വാദി പാർട്ടിയെ സപ്പോർട്ട് ചെയ്തിരുന്നവരാണ്. പക്ഷെ ഇപ്പം BJPയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടമുണ്ട്. മുസ്ലിം വോട്ടുകൾ അവിടെ കൂടുതലാണ് ഈ പറയുന്ന റായ്ബറേലിയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലും. അതും എൻ ബ്ലോക്കായി കോൺഗ്രസിനും സമാജ്വാദി പാർട്ടിയും കിട്ടുന്നതാണ്. ബ്രാഹ്മിൺ വോട്ടുകളുണ്ട്. ആ ബ്രാഹ്മിൺ കമ്മ്യൂണിറ്റിയിലും ഇത്തവണ BJP വിരുദ്ധമായ ചില വികാരങ്ങളുണ്ട് എന്നുള്ളതാണ് ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും റായ്ബറേലിയുടെ സാമുദായികമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു പശ്ചാത്തലവും ഇപ്പോഴത്തെ സ്ഥിതിയും കോൺഗ്രസിന് അനുകൂലമാണ്. അപ്പോൾ അത്രയും അനുകൂലമായൊരു മണ്ഡലത്തിലായിരുന്നോ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടിയിരുന്നത്? അതല്ല അമേഠി പോലുള്ള ഒരു ഫൈറ്റ് കൊടുക്കാൻ പറ്റിയ സ്ഥലത്ത് പോയി മത്സരിക്കേണ്ടിയിരുന്നില്ലേ എന്നൊരു ചോദ്യമുണ്ട്. മറ്റൊരു വിഷയം CPI പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യ മുന്നണി എന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി ദേശീയതലത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് കൗതുകരമായിട്ട് തോന്നുന്നു. കാരണം വയനാട്ടിൽ പരസ്പരം ഏറ്റുമുട്ടുന്നു, അവിടെ പോയിട്ട് പിന്തുണ കൊടുക്കുന്നു. അല്ല, ഇന്ന് രാവിലെയാണ് ആനിരാജ ആ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയെ വിമർശിച്ച് പ്രതികരണം നടത്തുന്നത്. ഇന്ന് ഏകദേശം ഉച്ചയ്ക്ക് ശേഷമാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം വരുന്നത്. CPIയുടെ ഒരു നിലപാടിനൊന്നും ഉത്തരേന്ത്യയിൽ എത്രത്തോളം ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ്. ഇപ്പോൾ 1-2 മണ്ഡലങ്ങളിൽ CPIയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. പാൻ ഇന്ത്യ നോക്കുകയാണെങ്കിൽ വടക്കേ ഇന്ത്യയിൽ ആകെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നൊരു ഇപ്പോൾ ബിനോയ് വിശ്വം ഇവിടെ നിന്നൊരു പ്രസ്താവന ഇറക്കുന്നതുകൊണ്ട് ഉത്തരേന്ത്യയിലൊന്നും സംഭവിക്കാനൊന്നുമില്ല. ആനിരാജയെ സംബന്ധിച്ചിടത്തോളം അവർ ലക്ഷ്യമിടുന്നുണ്ടായിരിക്കുക വയനാട് ഉപതെരഞ്ഞെടുപ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് രാഹുൽ ഗാന്ധി അറ്റാക്ക് ചെയ്താൽ മതിയാവും. ആരാണ് ഉപതെരഞ്ഞെടുപ്പിൽ ആര് മത്സരിച്ചാലും ഒരുപക്ഷെ CPIക്ക് വേണ്ടി ഇറങ്ങാൻ പോകുന്നത് അവർക്ക് നല്ല പ്രതീക്ഷ. ഓൾറെഡി ആ മണ്ഡലം പഠിച്ചു കഴിഞ്ഞു. ഇത്തവണത്തെ ഒരു ചിത്രം ഞാൻ പറയാം. വയനാട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്ന സമയത്ത് അവിടെ വളരെ കാര്യക്ഷമമായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് ഒരു പടി മുന്നിൽ നിൽക്കുന്ന ആനിരാജയാണെന്നുള്ളതാണ്. കാരണം പാർശ്വവൽകൃത വിഭാഗങ്ങൾ, അത്തരത്തിൽ ആദിവാസി വിഭാഗങ്ങൾ ഉൾപ്പെടെ വളരെയധികമുള്ള മേഖലയാണ്. മലപ്പുറത്തും ഉണ്ട്, വയനാടും ഉണ്ട്. ആ ഇടങ്ങളിലേക്കൊക്കെ തന്നെ ആ വനത്തിനുള്ളിലൂടെയൊക്കെ തന്നെ സഞ്ചരിച്ചുകൊണ്ട് പ്രചാരണത്തിൽ സജീവമായിട്ട് ആനിരാജ ഉണ്ടായിരുന്നു. മണ്ഡലത്തെ കുറിച്ച് കൃത്യമായും ആനിരാജ പറയുമ്പോഴേ ബൈലക്ഷം വന്നെന്ന് കരുതാ, പ്രിയങ്ക ഗാന്ധി വന്നില്ല, വേറൊരു സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വയനാട് UDF നഷ്ടപ്പെടുമോ? അങ്ങനെ സത്യൻ മൊകേരി പിടിച്ച വോട്ട് കണക്ക് നോക്കുകയാണെങ്കിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആനിരാജ ആവുമ്പോൾ സത്യൻ മൊകേരിയേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥിയാണ്. അതെ. ഇത്തവണയും ഇപ്പൊ കെ സുരേന്ദ്രൻ മത്സരിച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ ഉണ്ടാവില്ല, കാരണം രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. പക്ഷേ ഈ പറയുന്ന ആനിരാജ വോട്ട് പിടിച്ചാൽ തന്നെ മതി. അവിടെ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ അല്ലാത്തൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണെങ്കിൽ ടൈറ്റ് വയനാട്ടിനെ പറ്റിച്ചെന്നുള്ള ഒരു പ്രചാരണം കൂടി വന്നു. അല്ലെങ്കിൽ ലീഗിന്റെ ആശീർവാദം ഉണ്ടാവില്ല. ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ ലീഗ് ഒരു പൂർണ്ണ മനസ്സോടുകൂടി പിന്തുണയ്ക്കണം എന്നില്ല. അപ്പോൾ ലീഗിന്റെ പിന്തുണ ഇല്ലാതെ
ഗാന്ധി കുടുംബത്തിൽ നിന്നല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ടൈറ്റ് മത്സരത്തിലേക്ക് പോകും. അനിരാജ ഫെമിലിയർ ആയി കഴിഞ്ഞു. അനിരാജ ഇപ്പൊ മണ്ഡലത്തിന് പോയിട്ടില്ല, ഇപ്പോഴും അവിടെ ഇല്ല. അവിടെ അനിരാജ് ഇന്ന് ബൈറ്റ് കൊടുത്ത് ഡൽഹിയിലാണ്. അപ്പൊ ഏതായാലും അനിരാജ അവിടെ കളം പിടിച്ചൊരു സ്ഥാനാർത്ഥിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അനിരാജ തന്നെ വരികയാണെങ്കിൽ ഇവ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ ടൈറ്റ് മത്സരം കണ്ടറിഞ്ഞൊരു കല്ലേറായിരുന്നു എന്ന് പറയാം. ഇന്ന് പറഞ്ഞത് നല്ല. ഏതായാലും റായ്ബറേലി എന്ന് പറയുന്ന മണ്ഡലം കോൺഗ്രസിന്റെ ഒരു ലെഗസിയുള്ള മണ്ഡലമാണ്. ആ മണ്ഡലം നിലനിർത്തുക എന്നുള്ളത് കോൺഗ്രസിന് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഗാന്ധി കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ആയിരുന്നു റായ്ബറേലിയിൽ മത്സരിക്കേണ്ടിയിരുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി ആയിരുന്നില്ല. കാരണം എന്താ പറയുക, സോണിയാഗാന്ധി ആ മണ്ഡലത്തിൽ ഉണ്ടാവുന്ന ഘട്ടത്തിലും അവിടെ പോകുമായിരുന്നു. സോണിയാഗാന്ധിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ റായ്ബറേലിയിൽ സോണിയാഗാന്ധി അത്ര സജീവമായിരുന്നില്ല. പക്ഷേ സോണിയാഗാന്ധിക്ക് പകരം റായ്ബറേലിയിൽ ഉടനീളം സഞ്ചരിക്കുകയും അവിടുത്തെ ജനങ്ങളുമായിട്ടൊക്കെ ഇടപഴകുകയും അവരോട് സംവദിക്കുകയൊക്കെ ചെയ്തിരുന്നത് പ്രിയങ്ക ഗാന്ധിയായിരുന്നു. പിന്നെ എന്തുകൊണ്ട് പ്രിയങ്ക റായ്ബറേലിയിൽ ഇറങ്ങില്ല എന്നൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് കോൺഗ്രസ് ശരിക്കും രാഷ്ട്രീയമായി ഉത്തരം പറയേണ്ട സംഭവമാണ്. അതിന് BJP പറയുന്ന ഉത്തരമാണ് എനിക്ക് പറയാനുള്ളത്. അമേഠി സേഫായിട്ടൊരു മണ്ഡലമായി. പക്ഷെ അമേഠിയിൽ BJP നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്തതാ. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയ സമയത്ത് ഹരിത പതാക അതാണല്ലോ BJP ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം അതാണ്. അതിനപ്പുറത്ത് എന്ത് പറയണം അവര് പറയണം. സ്വാഭാവികമായിട്ടും ലീഗിന്റെ സാന്നിധ്യത്തെ അതിന് ആ നിലയിൽ പ്രതിരോധിക്കാൻ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും സാധിച്ചില്ല എന്നുള്ളത് ഒരു വിമർശനമാണ്. പ്രതിരോധിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ആ വാദത്തോട് കീഴടങ്ങിക്കൊണ്ടാണ് ഇത്തവണ പച്ചക്കൊടി പിടിക്കാതിരുന്നത്. ഒരു പതാകയും ഇറക്കി. പ്രധാനമന്ത്രി എന്ന് പറഞ്ഞത് വയനാട്ടിലെ പരാജയം ഭയന്നിട്ടാണ് രാഹുൽ ഗാന്ധി രണ്ടാമതൊരു മണ്ഡലം അങ്ങനെ ഒരു വ്യാഖ്യാനം പറഞ്ഞു. അമേഠിയിൽ ഒളിച്ചോടി, ഇപ്പോഴാ വയനാട്ടിൽ നിന്നും രാഹുൽ ഗാന്ധി ഒളിച്ചോടി എന്നുള്ള രീതിയിൽ റായ്ബറേലിയിലും അദ്ദേഹത്തിന് രക്ഷ ഉണ്ടാവില്ല. ഒരു നമ്മൾ എന്താ പറയുക, ചിലപ്പോൾ അങ്ങനെ സംഭവിക്കില്ലായിരിക്കാം. എങ്കിൽ കൂടി റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെടുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് കോൺഗ്രസിന് ഒരിക്കലും ഊഹിക്കാൻ പോലും പറ്റാത്ത, അല്ലെങ്കിൽ സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കും. റായ്ബറേലിയിൽ കൂടി പരാജയപ്പെട്ടാൽ അത് സംഭവിക്കില്ല. കാരണം സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയോടുകൂടി ഈ വയനാട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഇപ്പോൾ നേരത്തെ നമ്മൾ ആനിരാജയുടെ പ്രതികരണം വെച്ചൊക്കെ പറഞ്ഞല്ലോ, ഒരുപക്ഷെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയാണെങ്കിൽ കൃത്യമായിട്ട് ഒരു പ്രതീക്ഷ LDF അവിടെ വെച്ച് പുലർത്തുന്നുണ്ടെന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ നിലയിൽ CPIയുടെ കയ്യിൽ നിന്ന് CPM സീറ്റ് വാങ്ങിച്ചാൽ ശക്തമായൊരു പോരാട്ടത്തിലൂടെ മണ്ഡലം അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നൊരു ശുഭപ്രതീക്ഷയൊക്കെ തന്നെ. കാരണം ജില്ലാ സെക്രട്ടറിയുടെ ബൈറ്റ് ഉൾപ്പെടെ എന്ന് വന്നിട്ടുണ്ട്. കാരണം വയനാടിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി സാധാരണക്കാരായ ജനങ്ങളുടെ നിരവധി പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. തോട്ടം തൊഴിലാളികൾ, ആദിവാസി വിഭാഗങ്ങൾ, മലയോര മേഖലയിൽ വന്യമൃഗങ്ങളുടെ പ്രശ്നങ്ങൾ, നമ്മൾ തന്നെ പല വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. ഈ രാഷ്ട്രീയ നാടകങ്ങൾ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ അവിടെ ചർച്ചയ്ക്ക്, അതെ, ഈ വിഷയങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു MP എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമാണ്. ആ ഒരു ആവശ്യത്തിലേക്ക് അത് ഉന്നയിച്ചുള്ള ഒരു പ്രചാരണം ഇത്തവണ CPM വലിയ രീതിയിൽ നടത്തിയിട്ടുണ്ട്, BJP നടത്തിയിട്ടുണ്ട്. അത് അതുപോലെ സംഭവിക്കുകയാണ്. കാരണം രാഹുൽ ഗാന്ധി അവിടെ നിന്ന് പോകുന്നു. ഒരുപക്ഷെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയാണെങ്കിൽ ആ നിലയിൽ ആ വാദം വീണ്ടും ഉന്നയിച്ചുകൊണ്ട് മണ്ഡലം നല്ല ശക്തമായ മത്സരത്തിൽ ഈ ഒരു ഡിസ്കഷൻ അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും അഭിപ്രായം പറഞ്ഞ സംഭവം, വയനാടിനെ രാഹുൽ ഗാന്ധി ചതിച്ചു. ആ ഒരു നരേഷൻ ഇന്നിപ്പോ K. സുരേന്ദ്രനും ആനിരാജും ഒക്കെ പറഞ്ഞ നരേഷൻ വയനാട്ടുകാർക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവുമോ എന്നുള്ളതാണ്. ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഉത്തരേന്ത്യയിൽ എന്തുകൊണ്ട് മത്സരിക്കുന്നില്ല എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം. അറ്റ്ലീസ്റ്റ് കന്യാകുമാരിയെങ്കിലും പോയി മത്സരിക്കാനാണ് പറഞ്ഞത്. വയനാട്ടുകാരോട് എന്റെ പ്രിയപ്പെട്ട കുടുംബം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് വേറൊരു ഉത്തരേന്ത്യൻ മണ്ഡലം ചതിച്ചെന്ന് പറഞ്ഞില്ലല്ലോ. പകരം ഒരാളെ വിടും, പ്രിയങ്കാന്തി ആയാലും മതിയല്ലോ കുടുംബത്തിൽ നിന്ന്. അല്ല, ഞാൻ പറയുന്നത് വയനാട്ടുകാർക്ക് നേരത്തെ തന്നെ, എല്ലാ വയനാട്ടുകാർക്കും അല്ല, രാഹുൽ ഗാന്ധി അവൈലബിൾ അല്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു. ആ പരാതിയോടൊപ്പം ചേർത്ത് വെക്കാൻ മറ്റൊരു നരേഷൻ കൂടി ആവുകയാണ്. ഇതാ രാഹുൽ ഗാന്ധി വയനാടിനെ ഉപേക്ഷിച്ചു, അപ്പോൾ രാഹുൽ ഗാന്ധി വയനാടിനെ ചതിച്ചു എന്ന് ഒരു നരേഷൻ കൊണ്ടുവരാൻ പ്രതിപക്ഷം അല്ലെങ്കിൽ BJPയോ CPIയോ ഉന്നയിക്കുന്നല്ല, പൊതുജനങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കാനുള്ള സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം.